റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളിലെ ടാലന്റുകൾ കണ്ടെത്തിയ മഹാനായ നബി തങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. സ്വഹാബികളിലെ കഴിവുള്ള ആളുകളെ തങ്ങൾ തിരിച്ചറിയുമായിരുന്നു. എൻ്റെ ഉമ്മത്തിനോട് ഏറ്റവും കൂടുതൽ റഹ്മത്തുള്ള ആള് അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു. എൻ്റെ ദീനിന്റെ കടുത്ത കർക്കശമായ തീരുമാനമെടുക്കാൻ മനസ്സുള്ള ആൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിന് ദീൻ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന പണ്ഡിതൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അഖ്റഉഹും വഅലമുഹും ബിൽ ഫറാഇൽ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. പിന്നെ സൈഫുല്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിന്റെ ഉയർത്തപ്പെട്ട വാള്, ഊരിപ്പിടിക്കപ്പെട്ട വാള് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഓരോരുത്തരെയും അവരവരുടെ കഴിവുകളെ നബി തങ്ങൾ പരിപോഷിപ്പിച്ചിരുന്നു, തിരിച്ചറിഞ്ഞിരുന്നു. അതിന്റെ ഭാഗമാണ് 17 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ റോമിലേക്ക് പോകുന്ന ഒരു സൈന്യത്തിന്റെ നേതാവായി, ആ സൈന്യത്തിൽ 60ഉം 70ഉം കഴിഞ്ഞ പ്രായമുള്ള സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. ആ സംഘത്തിന്റെ നേതാവാര 17 വയസ്സ് മാത്രം പ്രായമുള്ള നബിതങ്ങളുടെ ഹിബ്ബായിരുന്ന സയ്യിദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമത്ത് ഇബ്നു സയ്യിദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹുമാ. 17 വയസ്സാണ് ഉണ്ടായിരുന്നത്. ആ മഹാനവറുകളെ എന്തുകൊണ്ട് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുപോയി? ഖുറൈശികൾപ്പെട്ട ചില ആളുകൾ ഹബീബിനോട് ചോദിച്ചു, തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, ഞങ്ങൾ ഖുറൈശികളിൽ ഉണ്ടല്ലോ കുറെ ആൾക്കാര്, അവരെയൊന്നും കാണാതെ ഒരു മൗലയായ, ഒരു അടിമയായ ഒരു ചെറുപ്പക്കാരനെ അങ്ങ് എന്തുകൊണ്ട് നേതാവായി ഈ സൈന്യത്തിന്റെ ഈ ബറ്റാലിയന്റെ ക്യാപ്റ്റനായി നിയമിച്ചു എന്ന് ചോദിച്ചപ്പോ പുണ്യനബി തങ്ങൾ പറഞ്ഞത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ടവർ, ഇന്നഹു ലഖലീഖൻ ലഹ്, ഈ നേതൃത്വത്തിന് കഴിവുള്ള ആളാണ്, എന്റെ ഹിബ്ബാണ് എന്നതല്ല ഇവിടെ കാരണം, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ എന്നതല്ല കാരണം, മഹാനവറുകൾക്ക് നേതൃഗുണമുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് മഹാനായ ഉസാമ തങ്ങളെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നമുക്കറിയുന്നതാണ്. സിദ്ദീഖ് തങ്ങൾ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു ഉസാമ തങ്ങൾ എന്ന 17കാരൻ, മീശ മുളച്ചു വരുന്നുള്ളൂ. മഹാനവറുകൾ ഒട്ടകപ്പുറത്തിരിക്കുമ്പോ ഖലീഫയായി എന്ന അധികാരത്തിൽ വന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച മദീനയിൽ നിന്ന് 12,000 സ്വഹാബിമാരെ യാത്ര അയക്കുമ്പോ ഉസാമ തങ്ങൾ മേലെ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, ഞാൻ ഇവിടെ ഇരിക്കൂല, ഞാൻ ഇറങ്ങാൻ. നിങ്ങൾ എങ്ങനെ എന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിക്കുക? നിങ്ങൾ ഇവിടെ കയറിയിരിക്കണം, ഞാൻ താഴെ ഇറങ്ങും. അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും നമുക്ക് നടക്കാം, ഞാൻ മേലെയും നിങ്ങൾ താഴെയും, അത് പറ്റില്ല. ഇത് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങൾ മേലെ നിന്ന് ഇറങ്ങാനും പാടില്ല, ഞാൻ മേലേക്ക് കയറൂല. വമാലിയ ലാ ഉഗബ്ബിറു ഖദമയ്യ സഅതൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ എന്റെ കാലിൽ ഇച്ചിരി പൊടിയായി എന്ന് വിചാരിച്ച് എന്ത് കുഴപ്പമാണുള്ളത്? ഞാൻ ഒരൽപ്പം നിങ്ങളുടെ കൂടെ നടന്ന് യാത്രയേക്കാം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഉസാമ, എന്താണ് ഖലീഫത്തു റസൂലില്ല, എന്താണ് അങ്ങേക്ക് ചോദിക്കാനുള്ളത്? എൻ്റെ കൂടെ മദീനയിൽ നിൽക്കാൻ ഉമർ എന്നവരെയും 1-2 ആളുകളെയും നിങ്ങൾ എനിക്ക് വിട്ടുതരുമോ? ആരായി ചോദിക്കുന്നത്? ഖലീഫത്തു റസൂലില്ല സിദ്ദീഖ് റളിയല്ലാഹു. ആരോടായി ചോദിക്കുന്നത്? 17 വയസ്സ് മാത്രം പ്രായമുള്ള ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട്. നിങ്ങൾ വിട്ടുതരോ എനിക്ക് ഉമർ എന്നവരെ? ഞാൻ മദീനയിൽ ഒറ്റക്കാണ്, മുർത്തദീങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, മദീനയുടെ ലെജിസ്ലേഷൻ, മദീനയുടെ അഡ്മിനിസ്ട്രേഷൻ, ഇതിലൊക്കെ എന്നെ സഹായിക്കാൻ ആളുകൾ വേണം. അതുകൊണ്ട് എനിക്ക് കുറച്ച് ആളുകളെ ഉസാമ നിങ്ങൾ വിട്ടുതരികയാണെങ്കിൽ, സമ്മതമുണ്ടെങ്കിൽ മാത്രം അവരെന്റെ കൂടെ നിന്നോട്ടെ, നിങ്ങൾ എല്ലാവരും പോയാൽ ഞാനിവിടെ ഒറ്റക്കാവില്ലേ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മുസ്ലിം ലോകത്തിന്റെ ഖലീഫ ആ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചത്, യങ് ലീഡേഴ്സ്, യുവാക്കളായി നേതൃനിരയിലേക്ക് വരുന്ന ആളുകളെ എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠം അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ മുതിർന്ന ആളുകളെ അംഗീകരിക്കുന്ന പക്ഷം ചെറുപ്പക്കാർ എത്ര വിനയാന്വിതരായിട്ടാണ് അവരോട് പെരുമാറേണ്ടത് എന്നതും മഹാനായ ഉസാമ തങ്ങളിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണ്. സിദ്ദീഖ് എന്നവരെ, നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? അവര് കഴിച്ചു ബാക്കി മതി എന്റെ കൂടെ സൈന്യത്തിൽ വരാൻ, നിങ്ങൾ ഇഷ്ടമുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ വെച്ചോളൂ, ഞാൻ താഴെ ഇറങ്ങട്ടെ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമായിരുന്ന മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു.